ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജു ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന CPO, LDC, LGS എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ഓഫ് ടോപ്പിക്സ് ആണ് 150 ടോപ്പിക്സ് അല്ലെങ്കിൽ 150 പ്രധാനപ്പെട്ട ഹാർഡ് ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സുകളൊക്കെ എന്താണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി എക്സാമിനേഷന് ഇനിയും പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്നെങ്കിലും തൊട്ട് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 150 ടോപ്പിക്സിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യം മുതൽക്കുള്ള വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇതല്ല നിങ്ങൾ ഇനി ഒരു ക്രാഷ് കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6238948911 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നമ്മുടെ ക്രാഷ് കോഴ്സിൽ എൻക്വയറി നടത്താവുന്നതാണ്. എൻക്വയറിക്ക് ശേഷമായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ LGSന്റെയും LDCന്റെയും ക്രാഷ് കോഴ്സ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ അപ്കമിങ് PSC എക്സാംസ് ആണ്. അപ്പോൾ PSCയുടെ വരാൻ പോകുന്ന പരീക്ഷകളിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ PSC പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഏകദേശ ധാരണയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. കാരണം പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും, എങ്കിൽ മാത്രം നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുവാനും നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാനും സാധിക്കുകയുള്ളൂ. അതിൻ്റെ വെളിച്ചത്തിൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെയാണ് 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഒന്നും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മുടെ ടോപ്പിക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? കേരളം, ഗ്രാമങ്ങൾ. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളെയും കുറിച്ചല്ല പറയുന്നത്. എന്നാൽ PSC പരീക്ഷയ്ക്ക് നമ്മളോട് സാധാരണഗതിയിൽ ചില ഗ്രാമങ്ങളിലെ സവിശേഷതകൾ എടുത്ത് ചോദിക്കാറുണ്ട്. അത് നമുക്ക് 1 മാർക്ക് കിട്ടുന്നതാണ്. ആ 1 മാർക്ക് നിങ്ങൾ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും പഠിക്കണം. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഇവനെ നോട്ട് എഴുതിയെടുക്കണം. ഇത് ഞാൻ പണ്ട് എപ്പോഴോ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അത് പക്ഷേ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി എനിക്ക് ആ പ്ലേലിസ്റ്റ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഏതായാലും ഇത് ഒന്നേന്ന് എടുത്ത് തരാമെന്ന് വിചാരിച്ചത്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്കിത് ഒരിക്കലും നഷ്ടം ഉണ്ടാക്കുന്ന ചാനലാണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കറിയാവുന്ന സുഹൃത്ത് ജനങ്ങൾക്കും കൂടി ഈ ചാനലിലെ ലിങ്ക് ഒന്ന് അയച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ പറയുന്നതെല്ലാം കേരളത്തിലെ ആദ്യത്തെ സംഭവങ്ങളാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്നത് പല തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? കുമ്പളങ്ങിയാണ്. ശ്രദ്ധിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ കണ്ടവരല്ലേ എല്ലാവരും, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കുമ്പളങ്ങിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇനിയും നമുക്ക് കിട്ടിയേക്കാവുന്നതാണ്, പഠിച്ചു വെക്കണം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കുമ്പളങ്ങി തന്നെയാണ്. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വസ്തുത നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടേക്കണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്നത് കുമ്പളങ്ങി. ഇതും PSC പലതവണ നമ്മളോട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ മക്കളെ, അതുകൊണ്ട് ഇത് പഠിക്കണം. പലതവണ ആവർത്തിച്ച്, പ്രയോഗം തെറ്റാണല്ലേ, പലതവണ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് കുമ്പളങ്ങിയാണ് എന്ന് ഓർക്കുക. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. ഇതും PSCയുടെ ഒരു ആവർത്തന ചോദ്യമാണ്. പല മുൻവർഷ ചോദ്യപേപ്പറുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറ്. 3 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി അടുത്തത് നോക്കിയേ, കേരളത്തിലെ ആദ്യത്തെ ചന്ദന ഗ്രാമം. എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ആദ്യ ചന്ദന ഗ്രാമം എന്നറിയപ്പെടുന്നത് മറയൂരാണ്. ഇതും മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ് കേട്ടോ. 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെ? കുമ്പളങ്ങിയുടെ 2 കാര്യം പഠിച്ചു. ഒന്ന് കുറച്ച് ഇവിടെ ശ്രദ്ധിച്ചേ, മറ്റേലേക്ക് നോക്കാൻ വരട്ടെ. ഒന്ന് കണ്ണടച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. കേരളത്തിലെ കുമ്പളങ്ങി എന്തൊക്കെയാ പറഞ്ഞേ? ആദ്യ ടൂറിസം ഗ്രാമം, ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. പിന്നെ നമ്മൾ വയലാറ് പറഞ്ഞു. വയലാർ, കയർ, ഓർത്തു വയ്ക്കാൻ. വയലാർ, കയർ അല്ലെ, കയർ ഗ്രാമമാണ്. പിന്നെന്താ? മറയൂര് എന്താണ്? ചന്ദന ഗ്രാമമാണ്. അടുത്തത് നോക്കൂ,
കേരളത്തിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം എന്നറിയപ്പെടുന്നത് മാട്ടുപ്പെട്ടിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം. ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷെ മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്, അതുകൊണ്ട് പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം എന്നറിയപ്പെടുന്നത് മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ വെങ്കല ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാന്നാറാണ്. നിങ്ങൾക്കറിയാം, വെങ്കലം അല്ലെങ്കിൽ ഓട്, അല്ലെങ്കിൽ നമ്മൾ ഓട്ടുരളി, ഓട്ടുപാത്രങ്ങൾക്കൊക്കെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഏത്? മാന്നാറ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് മാന്നാറ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ആപ്പിൾ ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? കാന്തല്ലൂരാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഞാൻ ടിക്കറ്റതിന് മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കി നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. പ്രത്യേകിച്ച് അറിയാമെന്നില്ല, വെങ്കലം അത്യാവശ്യം എല്ലാവർക്കും അറിയാം, ഓട്ടുരുളി ഓട്ടുപാത്രങ്ങൾക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മാന്നാറ്. അപ്പൊ നമുക്ക് വെങ്കല ഗ്രാമം മാന്നാറെന്ന് പഠിച്ചെടുക്കാം. പിന്നെ ആപ്പിൾ ഗ്രാമം എവിടെയാണ്? കാന്തല്ലൂരാണ്, അറിയാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ ടൂറിസം ഗ്രാമം, ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം, ആദ്യ കയർ ഗ്രാമം, ആദ്യ ചന്ദന ഗ്രാമം, ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമം, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഇതില്ലെങ്കിലും വേണ്ടിയില്ല, പക്ഷെ അറിഞ്ഞു വെച്ചാൽ മതി. ഇപ്പൊ അത്യാവശ്യം അറിയാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് അടുത്ത കുറച്ച് ഗ്രാമങ്ങളുണ്ട്, അതിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം മടിക്കൈ. പലതവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം എന്നറിയപ്പെടുന്നത് മടിക്കൈയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂര്. മാറിപ്പോരുത്, രക്തദാന ഗ്രാമം മടിക്കൈ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ രക്തമൊക്കെ ദാനം ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടി കൊണ്ടൊരു മടിയൊക്കെ വരും അല്ലേ? കാരണം ബ്ലഡ് എടുക്കുമ്പോൾ എങ്ങനെ ഏതാന്നൊക്കെ ഒരു പേടി കൊണ്ടൊരു ചെറിയ മടി വരും രക്തം ദാനം ചെയ്യാനായിട്ട്. എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ മടിക്കൈ എന്താണ്? കയ്യിൽ നിന്ന് രക്തം കൊടുക്കാൻ നമുക്ക് മടി വരുമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം, രക്തം നമ്മുടെ കയ്യിൽ നിന്ന് രക്തം കൊടുക്കാൻ നമുക്ക് എന്ത് വരും? മടി വരും. മടിക്കൈയാണിത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂര്. ഇതും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേത്രദാന ഗ്രാമം ചെറുകുളത്തൂര്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ അവയവമാണിത് കണ്ണെന്ന് പറയുന്നത് അല്ലേ? ഇപ്പം മുഖം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഏരിയയിലല്ലേ കണ്ടിരിക്കുന്ന ഒരു ചെറിയ ഭാഗം. അപ്പൊ ചെറുകുളത്തൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമവും ഏതാണ്? ചെറുകുളത്തൂരാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി കണ്ടിട്ടില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നേത്രദാന ഗ്രാമവും അവയവദാന ഗ്രാമവും ഏതാണ്? ചെറുകുളത്തൂരാണ്. രക്തദാനം നമ്മൾ പഠിച്ചു, കയ്യിൽ നിന്ന് രക്തം കൊടുക്കാൻ മടിയാണ്, മടിക്കൈയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂര്. കേരളത്തിലെ ആദ്യ അവയവദാന ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? ചെറുകുളത്തൂര്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ആദ്യമായിട്ട് PSC എക്സാം എഴുതാനായിട്ട് ഇപ്പൊ ബിഗിനേഴ്സ് ഉണ്ട്, പ്രിപ്പയർ ചെയ്യുന്നവരാ, അവരുടെ ഉള്ളിലേക്ക് പതിവാനും പണ്ട് പഠിച്ചവർക്ക് നല്ലൊരു റിവിഷൻ പോലെ നന്നായിട്ട് കിടക്കുന്നതിനും വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ തലയിലേക്ക് സ്റ്റോർ ആവും, അതിന് പറയുന്നതാണേ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം എന്നറിയപ്പെടുന്നത് മുല്ലക്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. കേരളത്തിലെ ആദ്യത്തെ യോഗ ഗ്രാമം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ യോഗ ഗ്രാമം ഏതാണ്? കുന്നന്താനം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ യോഗ ഗ്രാമം കുന്നന്താനം. കേരളത്തിലെ ആദ്യത്തെ സിദ്ധഗ്രാമം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഏതാണ്? ചന്തിരൂര്. അപ്പൊ ഇത്രയും മസ്റ്റായിട്ടും പഠിക്കണം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം മടിക്കൈ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചെറുകുളത്തൂര്. കേരളത്തിലെ ആദ്യ യോഗ ഗ്രാമം കുന്നന്താനം. കേരളത്തിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ചന്തിരൂര്. ടിക്ക് ചെയ്തത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. മറ്റേ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ജസ്റ്റ് മെമ്മറിയിൽ ഉണ്ടായിരുന്നാൽ മതി. ചോദിച്ചാൽ കണ്ടാൽ ആൻസർ ചെയ്യണം, വിടാതെ പോകരുത്. ബാക്കിയെല്ലാം നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? കുളിമാടാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം എന്നറിയപ്പെടുന്നത് കുളിമാട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് വയനാട്. മറ്റൊരു മുൻവർഷ ചോദ്യം, ഇത് രണ്ടും മാറിപ്പോകരുത്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണ് കുളിമാട്. കേരളത്തിലെ ആദ്യത്തെ പുകയിലയല്ല പുകരഹിത ഗ്രാമമാണ് ഏതെന്ന് പറയുന്നത്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം, ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ
കരകൗശല ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത ഗ്രാമമാണ് വരവൂര്. ഇതും ധാരാളം തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത ഗ്രാമം വരവൂര്. കേരളത്തിലെ ആദ്യത്തെ നിയമ സാക്ഷരതാ ഗ്രാമം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യത്തെ നിയമ സാക്ഷരതാ ഗ്രാമമാണ് ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം, മുൻവർഷ ചോദ്യം, ഉടുമ്പന്നൂര്. ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഗ്രാമമാണ് തയ്യൂര്. മുൻവർഷ ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഗ്രാമം തയ്യൂര്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഗ്രാമം തയ്യൂരും കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ഗ്രാമം ചമ്രവട്ടം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം ബാലുശ്ശേരി. ഇത് ഇത്രയും മുൻവർഷ ചോദ്യങ്ങളാണ്. ഒന്നുകൂടി നമുക്ക് പറഞ്ഞു പോയത് മുഴുവൻ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവണം കേട്ടോ, ഉണ്ടായ പോലെ പഠിക്കണം. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം കുളിമാട്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം വയനാട്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത ഗ്രാമം വരവൂര്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ ഗ്രാമം ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമം ഉടുമ്പന്നൂര്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഗ്രാമം തയ്യൂര്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ചമ്രവട്ടം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാവുന്ന ഏരിയയാണ്. നമ്മളിവിടെ ചെയ്യുന്ന സ്മാർട്ട് വർക്കാണ്. സോ യു മസ്റ്റ് സ്റ്റഡി. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്